ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഇന്ത്യൻ ടഫ്റ്റ് അടുത്തൊരു ക്രിക്കറ്റ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്ത് സിംചാനെ എന്താഗ്രഹം ഉണ്ടെങ്കിലും സാധിച്ചില്ല. എന്താ ആഗ്രഹം? അല്ല അണ്ണ, എനിക്കൊരു വീട് വെച്ചത്. നിനക്ക് ഈ വീട് പോലെ ഈ വീട് വെച്ചാൽ തന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിരിക്കും. നിനക്ക് വീടൊന്നും വെച്ചിട്ടില്ല അണ്ണ. പ്ലീസ് അണ്ണ, പ്ലീസ് പ്ലീസ്, ഞാൻ നല്ല കുട്ടിയെ കൊണ്ട് പ്ലീസ് അപ്പൂപ്പൻ. ഞാൻ ഓരോറിയ ചെക്കുകളാണോ? ഒന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. വീട് വെച്ചില്ല വീഡിയോ കിട്ടാത്ത ആള് അതടക്കെ കിട്ടുന്നില്ല. പക്ഷെ ഈ വീഡിയോ ഒന്ന് ഇത് പറഞ്ഞോണ്ട് ഇന്നത്തെ വീഡിയോ ഇതാണ്. നീ എന്താ പറയണേ? കൊച്ചു കുട്ടികളെ പോലും പോടാന്ന് പറയാ. അല്ല എടാ ഫിലിക്സേ, ഇന്നല്ലേ ചിന്താനും വീടൊക്കെ പണിക്കാരനോട് പറഞ്ഞോക്കട്ടെ. ഉറപ്പില്ല വീട് വയ്ക്കാൻ പറ്റുമോ എന്ന്. എന്താ ഉറപ്പില്ലാത്ത എൻ്റെ ആഗ്രഹം പോലും സാധിച്ചാൻ പറ്റാത്തൊരു മുട്ട അണ്ണൻ. മുട്ടയെന്ന് പോലും തിരിഞ്ഞിട്ടില്ല. അതിൻ്റെ കൊച്ചു കുട്ടികൾക്ക് വീട് വെച്ചാൽ അതെനിക്കും ചോദിക്കാള്. നീ മുട്ടയെന്ന് തിരിഞ്ഞില്ല, അതിനിടെ കണക്ക് വീടൊക്കെ പോണ്. അയ്യോ സോറി, അത് എനിക്ക് ഡോറമോന് അവിടെ വേറെ വീടുണ്ട്. ഓ പിന്നെ മൂച്ചി അല്ല വേറെ കാര്യമാണ്. പിന്നെ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് വണ്ടിയൊക്കെ എടുത്ത് പോവാം. എല്ലാട് എനിക്കൊരു കാറിൻ്റെ ചീക്കോട് മറന്ന് പോയതാണ്. ആ കാറ് ഓടിച്ചാലേ എനിക്കൊരു സുഖം കിട്ടുള്ളൂ. പിന്നെ വേറെയുള്ളതിനൊക്കെ സീറ്റും ഇതൊന്നും നല്ലതല്ലോ. എന്താ ഇത് ഓടിക്കാനൊക്കെ സ്ഥലം ഉണ്ടാവൂല. ഓ എന്നാ വേഗം കേറ്. ഒരു മിനിറ്റ് അണ്ണ. എടാ ഞാൻ കേറട്ടെ. നീ ചീറ്റാന് മുമ്പിൽ ഇരുന്നു എന്ത് കേട്ടാ? നീ എവിടെങ്കിലും കേൾക്കും. ഓക്കെ അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ഷിൻചാന് വീട് വെക്കാൻ ഒരു പണിക്കാരെ നമുക്ക് പിടിക്കാൻ പറ്റും. അതിനാണ് ഇപ്പൊ നമ്മള് പോകുന്നത്. നമ്മൾ ഒറ്റയ്ക്കത് പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് വീഡിയോ എന്നിട്ടല്ലേ ബാക്കി എത്തിയിട്ട് പറയണത്. ഇപ്പൊ ഏതാ ഇത് സ്ഥലം നിനക്കറിയില്ല? ഈ വന്നില്ല. ഇത് അങ്ങാടി എത്താറായ വഴിയല്ലേ? അത് തന്നെ. ഇവിടെ വീഡിയോ ഉണ്ടല്ലോ. തൊന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് പണി സാറേ എന്ന് വിളിക്കാതിരിക്കുക. എപ്പോഴും പക്ഷെ അതെന്നെ വിളിക്കുള്ളൂ. ഇങ്ങനെ ശരിയാവൂല കേട്ടോ പണി സാറേ. അല്ലെ അയ്യോ ഞാനെന്തൊക്കെ വിളിക്കുന്നത് ശരിയാവൂല കേട്ടോ ജാക്ക്. ഓക്കെ പണി സാറേ. എടാ എൻ്റെ പേരല്ലേ പണി സാറ് എന്നല്ല, പണിയാ അല്ല പണി സാറ്. പണി സാറോ എന്തെങ്കിലും പേരുള്ള ആളെ. എനിക്ക് എന്തെങ്കിലും സുഖുടൊന്ന് പേരാ. സുഖുടം പറ്റി പറഞ്ഞല്ലേ? തൽക്കാലത്തിന് അത് വിളിച്ചാൽ മതി ഇനി മുതല്. എന്തെങ്കിലും ആവട്ടെ. അല്ല ഈ കൊച്ചുകുരിപ്പിനല്ലേ ഒരു വീട് വെച്ചോ? എന്ത് വീടോ? ഓക്കെ വീട് വെച്ച് കൊച്ചുകുരിപ്പിനല്ലേ ഓട് മതി.
ഓടിന് പെയിന്റ് വേണോ? വേണ്ട. जाने दो ना भाई, अब ये क्या नया ड्रामा है? ഏത് കളറാ? ഏത് കളറാ വേണ്ടത്? रास्ते से हटो, मुझे जल्दी है। ഒരു റോസ് മതി. എന്താ ഓക്കെ, നിങ്ങൾ പോയിക്കോ. बीच रास्ते में नहीं खड़े होते हैं। മോളിൽ ഇരുന്നു, അപ്പഴേക്ക് ഞാൻ വീട് വെച്ചതാ. ഓക്കെ ചേട്ടാ. ഗൈസ് എന്തായാലും നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. അയാള് വീട് വെച്ചു പറഞ്ഞു. ഞാൻ സത്യമായിട്ട് വീട് വെച്ചു. ഞാൻ ആരോട് കാണണമെന്ന് പറയാറില്ല. മര്യാദയ്ക്ക് പോവാൻ നോക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം ഗൈസ്. ആക്സിഡന്റ് ആയി, വണ്ടി അടന്ന് കുരുന്നു. നമുക്ക് കൺട്രോള് കിട്ടുന്നുണ്ട് ഗൈസ്. അതൊരു കാര്യമാണ്. അത് 1 പോയിന്റ്, മറ്റേത് 2 പോയിന്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി അകത്തിരിക്കാനേ പറഞ്ഞു. വേഗം ചെല്ലുന്ന പറഞ്ഞു. എനിക്ക് പരമ്പ സുഖം. ഞാനിതേ അകത്ത് പോയിട്ട് തിന്നാൻ പോട്ടെ. അനക്കെപ്പോഴും അല്ലെങ്കിലും തിന്നാനാണല്ലോ വിചാരം. ഓ പിന്നെ അത് പാടാ. ഗുഡ്ബോയാണ്. അനക്ക് അല്ലെങ്കിലും അറിയാം എല്ലാ കാര്യങ്ങളും. ഷിൻജാനെ വാടാ. ഷിൻജാനെ ശരി, എന്ത് കഷ്ടാണ് ഗൈസ്. എന്താണ് ഷിൻജാനെ എന്നെ വിളിച്ച്? ഞാൻ മയങ്ങി ഉറക്കായിരുന്നു. അണ്ണ അതല്ലടാ, ഞാൻ കണ്ടു. എന്ത് കാണുക? ഞാനിപ്പോ പോയി. എന്തിന്? എന്റെ വീടിനുണ്ട്. ഓ ഷിൻജാന്റെ വീടോ? അങ്ങനെ പറയും. അല്ല, ഷിൻജാന്റെ വീട് റെഡിയായോ? ഇഷ്ടപ്പെട്ടു. നല്ല വീട്. കറക്റ്റ് പിന്നെ എൻ്റെ ആഹാര കുടുംബമല്ല അത്. എൻ്റെ കൂടി ആഹാര കുടുംബാടാ. ഇതിപ്പോ എൻ്റെ വീട്, എൻ്റെ കൂടി വീടല്ല. അതേപോലെ ഓ കണ്ട, ഇതാണ് വീട്. അടിപൊളി. അതല്ല ഞാൻ പറഞ്ഞ എൻ്റെ വീട് അടിപൊളിയാവും. എന്തായാലും നമുക്ക് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഷിൻജാനെ ആടാ, എന്താ ചന്തിക്ക് ഏറ്റു. എടാ വാടാ, നിക്ക്. കേറ്. ഷിൻജാനെ കേറ്. ആ ഞാൻ ഒന്നാമതേ കണ്ടതാ. ഞാൻ പറ്റാണെങ്കിൽ വരാം. ഓ ആ ഷിൻജാന് ജാളെ ഗൈസ്. നമുക്ക് കാണാം. ഓ ഇതാണ് ഇതിൻ്റെ ഭാഗം, ഇവിടുത്തെ ഭാഗം. ഇവിടെ ഷിൻജാൻ്റെ കാർട്ടൂണൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ കുറേ ഷെൽഫും ഉണ്ട്. ഓക്കെ, എങ്ങനെ പറയാം? വന്നാ പിന്നെ ഞാൻ സൂപ്പറല്ലേ. എൻ്റെ വീട്ടിൽ കയറാനൊക്കെ എനിക്കറിയാം. പിന്നെ ആർക്കറിയാം? ഇത് പിന്നെ അടുക്കളയാണ് ഗൈസ്. ഓഹോ അടിപൊളി ഗൈസ്. എന്നോടല്ല ഞാൻ ചോദിച്ചു ഗൈസ്. ഇതാണ് ബെഡ്റൂം ഷിൻജാൻ്റെ. ഇവിടെ എന്തൊക്കെയോ കൊറിയനില് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞു അങ്ങനെ. പിന്നെ നീ മോളിക്ക് കയറണ്ട കേട്ടോ. എന്താ മോളിക്ക് എന്നാ? മോളിൽ അതിൻ്റെ അടുത്ത എക്സ്പ്ലോർ. ഓ പിന്നെ പിന്നെ ബാത്റൂം. ഷിൻജാൻ കുളിക്കുന്ന മുറി, കുളിമുറി. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രോണായിട്ട് കാണിച്ചു തരാം. കുളിമുറി ദാ, കുളിമുറി. അയ്യോ ഗൈസ്, പണി പാളി. ഇതുമല്ല, ഇവിടെ എവിടെയോ വെച്ചുള്ള കുളിമുറി. ഇതിനെ കൊണ്ട് ഷിൻജാൻ്റെ വീട്. അയ്യ, ഇതൊക്കെ ഏതാ വഴി? ഇതൊക്കെ സ്റ്റെപ്പിൻ്റെ വഴിയാ. ഇവിടെ എവിടെയോ അല്ലേ കുളിമുറി. കുഴിമുറിയോ? ഇതെന്നെ കൊണ്ട് ഇത് കുഞ്ഞ വീടാ.
ഇങ്ങനെ പോവാ. ഇവിടെ ഷിൻചാന് ഇവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഇനി പതുക്കെ ഇങ്ങനെ പോയി ഇവിടെ കുത്തിയാ ഇതിനെ കൊണ്ട്. ഇതാണ് കുളിമുറി. ഇതാണ് നമ്മൾ കിടക്കുന്നത്. ഇതാണ് ഷിൻചാൻ്റെ കുളിമുറി ഗൈസ്. കണ്ടോ ഗൈസ്, ഇതാണ് ഷിൻചാൻ്റെ കുളിമുറി. ഇതെന്തോ സാധനം അത്രയൊക്കെ ഉള്ളു ഗൈസ്. അങ്ങനെ ഈ കുളിമുറിയുടെ സെറ്റപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അത് കുളിമുറി കഴിഞ്ഞിട്ട് ഇനി മോളിക്കാണ് പോയേക്കണ്ടത്. ഇനി മോളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഷിൻചാൻ എന്താ കാട്ടുന്നത്? അമ്മക്ക് പോവാ. ഷിൻചാനൊന്നും ണ്ട്. ഇത് ഷിൻചാൻ്റെ ഫോണ്. നമുക്ക് കയറിപ്പോവാ. ഓക്കെ, ഇതും കയറിയുണ്ട്. ഈ മുറിക്കൊന്നും നമുക്ക് കയറാൻ പറ്റൂല ഗൈസ്. നമുക്ക് എന്തായാലും ഡ്രോണായിട്ട് കാണിച്ചതാ. കാണുമ്പോൾ ഫുള്ള് കണ്ടേ. ഇതാണ് ആ ഡോറിൻ്റെ ഉള്ളിലുള്ള മുറി. ഇത് ഷിൻചാൻ്റെ പപ്പടെ എന്താണ് ഇതാണ് പഠിപ്പ് മുറി. പിന്നെ ഇത് കഴിഞ്ഞാൽ ഇത് എന്തൊക്കെയോ ഷെൽഫ്. ഇതാണ്ട് അത്രയൊക്കെ ഉള്ളൂ ഇത് ഈ ഒരു വീട് ഇപ്പോൾ. ഓക്കെ, അങ്ങനെ അത് അങ്ങനെ കഴിക്കും. വീട് എക്സ്പ്ലോർ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. അല്ല ഷിൻചാൻ അവിടെ ഷിൻചാൻ ഇപ്പോൾ ഹാപ്പിയായി ഉണ്ടാവും. നമ്മുടെ ഷിൻചാൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാതെ പിന്നെ ആരുടെ ആഗ്രഹമാണ് നമ്മൾ സാധിച്ചു കൊടുക്കുക. ഒരുപാട് നന്ദിയുണ്ടണ്ട. ഞാൻ അണ്ണൻ്റെ കുട്ടിക്ക് ഞാൻ എപ്പോഴെങ്കിലേ വരുള്ളൂ കേട്ടോ. അണ്ണ ഷിൻചാൻ അങ്ങനെ പറയാൻ പാടില്ല. ഒരു വീട് വെച്ചിട്ട് സ്വന്തം അണ്ണൻ്റെ കുട്ടിക്ക് വരാത്തൊരു കൊച്ചു കുഞ്ഞ് എന്തേ ഒന്നുമില്ല. എന്നിട്ടാ പറയുന്നത് ഒന്നും ഉണ്ടായിരിക്കുമോ. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ പുതിയൊരു കിട്ടുക്കാച്ചി വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ ഫോർ വാച്ചിങ് ഗൈസ്.